മോനെ മലയാളത്തിൽ പറഞ്ഞാൽ മതി. എനിക്ക് മലയാളം നന്നായി അറിയാം. നീ എന്തിനാണ് ഇംഗ്ലീഷ് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്? നടി ഷക്കീലയുടെ വാക്കുകളാണിത്. തന്നോട് ചോദ്യം ചോദിച്ചൊരു വിദ്യാർത്ഥിയോട് ഇങ്ങനെ പറയുമ്പോൾ വേദിയിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. ഒരു കാലത്ത് അടൽസൊള്ളി പടങ്ങളുടെ ശ്രദ്ധേയായ ഷക്കീല ഇപ്പോൾ അതിജീവനത്തിന്റെ പ്രതീകമായ ഒരു വനിത എന്ന നിലയിലാണ് കേരളമെമ്പാടും സ്വീകരിക്കപ്പെടുന്നത്. DC ബുക്സിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനെത്തിയ ഷക്കീലയെ വലിയ കയ്യടിയോടെയാണ് ജനം വരവേറ്റത്. എഴുത്തുകാരി ദീദി ദാമോദറുമായുള്ള സംവാദത്തിൽ തന്റെ ജീവിതമാണ് ഷക്കീല പങ്കുവച്ചത്. അക്കാലത്ത് ഞങ്ങൾക്ക് കടുത്ത ദാരിദ്ര്യമായിരുന്നു. സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഴിയാതെ പതിവായി പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പക്ഷെ അതും ഒരു അനുഗ്രഹമായാണ് കണ്ടത്. കാരണം പഠിക്കാൻ തീരെ മോശമായിരുന്നു. ക്ലാസ്സിനകത്തിരുന്ന് അടിവാങ്ങുന്നതിനേക്കാൾ നല്ലതല്ലേ പുറത്തു നിൽക്കുന്നത്. അഭിനയത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രധാന കാരണവും ദാരിദ്ര്യം തന്നെയായിരുന്നു. വിമർശകർ എന്റെ കുടുംബത്തിന് ഭക്ഷണം കൊണ്ടുതരുമോ? ഞാൻ സമ്പാദിച്ചത് ഒന്നും ദൂർത്തടിച്ചിട്ടില്ല. എല്ലാം എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത്. പക്ഷെ എനിക്ക് വലിയ സമ്പാദ്യങ്ങളും ഉണ്ടായിട്ടില്ല. എന്റെ പണത്തിൽ നല്ലൊരു ഭാഗം സഹോദരിക്ക് കടം കൊടുത്തും മറ്റും നഷ്ടപ്പെട്ടു എന്നാണ് ഷക്കീല പറഞ്ഞത്. ഇങ്ങനെയൊക്കെ അഭിനയിക്കാമോ എന്നൊന്നും എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിട്ടില്ല. പക്ഷെ പിറകിൽ നിന്ന് അവർ കുശുകുശുക്കും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അക്കാലത്ത് നല്ല ബോൾഡ് സ്വഭാവക്കാരിയായിരുന്നു. എന്നെ ചൂഷണം ചെയ്യാനും ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നാണ് ഷക്കീല പറഞ്ഞത്. മലയാളത്തിൽ താൻ സ്ഥിരം അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങളിൽ നിന്നും മാറി നിന്ന 5 വർഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമെന്നും അവർ പറയുന്നു. അക്കാലത്ത് നിരവധി ചിത്രങ്ങളിൽ നിന്നും എന്നെ ഒഴിവാക്കിയതായി കേട്ടിട്ടുണ്ട്. ഷക്കീല ഒരു ചിത്രത്തിൽ വന്നാൽ പിന്നെ അതിന്റെ നിറം നീലയായി പോകുമെന്നാണ് അവർ പറഞ്ഞത്. ആ കാലം അല്പം വിഷമിച്ചാണ് അതിജീവിച്ചതെന്നാണ് നടി പറഞ്ഞത്. താൻ ചെയ്തതിലൊന്നും ഒരു രീതിയിലുള്ള കുറ്റബോധത്തിന്റെയും ആവശ്യമില്ലെന്നും അവർ പറഞ്ഞു. പുതിയതായി സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഷക്കീല ഇങ്ങനെ മറുപടി പറയുന്നു. മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ ചതിക്കുഴികൾ സിനിമയിലുമുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏതൊരാൾക്കും കടന്നു വരാൻ പറ്റിയ മേഖല തന്നെയാണത്. മലയാളി യുവത്വം ശരിക്കും സുന്ദരന്മാരും സുന്ദരികളും നല്ല കഴിവുള്ളവരുമാണ്. നിങ്ങൾക്ക് ഇവിടേക്ക് കയറി വരാം, പക്ഷേ സൂക്ഷിക്കണം. മലയാള സിനിമ നിങ്ങളെ വെറും വിൽപ്പന ചരക്കാക്കിയോ എന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ല എന്നായിരുന്നു അവരുടെ മറുപടി. ഞാൻ എന്നും മലയാള സിനിമയോട് നന്ദിയുള്ളവളാണ്. മലയാള സിനിമ മൂലമാണ് എനിക്ക് പ്രശസ്തിയൊക്കെ കിട്ടിയത്. ഇപ്പോൾ ഞാൻ എവിടെ പോയാലും ഒപ്പം പോലീസും ആൾക്കൂട്ടവും ബഹളവുമാണ്. മലയാള സിനിമയെ തള്ളിപ്പറയാൻ എനിക്ക് ഒരിക്കലും ആവില്ല എന്നാണ് ഷക്കീല പറഞ്ഞത്. അഭിമുഖ പരിപാടിക്ക് ശേഷവും ഷക്കീലയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ നിരവധി പേർ എത്തിയിരുന്നു. കനത്ത സുരക്ഷയിലാണ് അവർ പുറത്തേക്ക് പോയത്. സി ഷക്കീല ബീഗം എന്ന പൂർണ്ണനാമമുള്ള ഷക്കീല 1977 മദ്രാസിലാണ് ജനിച്ചത്. സിൽക്ക് സ്മിത പ്രധാന വേഷം അവതരിപ്പിച്ച പ്ലേ ഗേൾസ് എന്ന തമിഴ് സിനിമയിൽ വേഷം ചെയ്തുകൊണ്ട് 18-ാം വയസ്സിലാണ് സിനിമാ ജീവിതം തുടങ്ങുന്നത്. ഇളയ മനസ്സേ കിള്ളാതെ എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനത്തോടെ മുഖ്യധാരയിൽ ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ അഭിനയിച്ച കിന്നാരത്തുമ്പികൾ എന്ന ചലച്ചിത്രം വൻ വിജയമായിരുന്നു. ഇതേ തുടർന്ന് 90കളിൽ അഡൾട്ട് സിനിമകളുടെ ഒരു തരംഗം തന്നെ ഉണ്ടായി. പിന്നീട് വന്ന സിനിമകളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഇത്തരം ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ കുറഞ്ഞതോടെ ഇവർ മുഖ്യധാരാ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. തമിഴിലായിരുന്നു കൂടുതലും. മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. തേജാബായി ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലും അഭിനയിച്ചു. ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്ന പേരിൽ ആത്മകഥയും ഷക്കീല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഷക്കീല ഏറെ സജീവമാണ്. ട്രാൻസ്ജെൻഡർ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഭയകേന്ദ്രം അതിലൊന്നാണ്.